പെരിയാറിലേക്കൊഴുകിയ മുല്ല നദി. അവൾ സംതൃപ്തയാണ്. താൻ അലിഞ്ഞില്ലാതെയായെങ്കിലും അറബിക്കടലിലേക്കുള്ള പെരിയാറിൻ്റെ ഗമനത്തിന് തന്നാലാവത് ഊർജം പകരുവാനായല്ലോ എന്ന തൃപ്തി. അപരനു വേണ്ടി നശിക്കുക, പ്രകൃതിയിലെ ഈശ്വര നിയമം. അതവൾ സ്വമനസ്സാ തിരഞ്ഞെടുത്തതുപോലെ മനോഹരിയായി കുഞ്ഞോളങ്ങളിൽ മന്ദസ്മിതം പൊഴിച്ച് ഇരുകരകൾക്കും കുളിര് പകർന്ന് സസ്യശ്യാമളമാക്കിയും നിഷ്കളങ്കയായ കുസൃതിക്കുരുന്നിൻ്റെ കഴുത്തിലെ പച്ചക്കല്ലുമാല പോലെ സചേതനമായിരുന്നുവല്ലോ ഇതുവരെയും. മുന്നോട്ട് തെന്നി നീങ്ങിക്കൊണ്ടിരുന്ന അവൾ പെട്ടെന്ന് സ്തബ്ധയായി. പെരിയാറിൻ്റെ മുഖത്തൊരു വിഷാദഛായ. കുഞ്ഞോളങ്ങളും കുഞ്ഞിക്കിളികളുമില്ല. ആരോ സ്വാഭാവികമായ ഗമനത്തിനെതിരെ മനഃപൂർവ്വം ഒഴുക്ക് തടഞ്ഞു നിർത്തിയിരിക്കുന്നു. പാവം മുല്ല നദി. അവൾക്കൊന്നും മനസ്സിലായില്ല. ഇങ്ങനെ നിശ്ചലമാകുവാനല്ലോ അവൾ കാതങ്ങൾ സഞ്ചരിച്ച് ഇവിടെ വരെ എത്തിയത്. അല്പം കൂടെ മുന്നോട്ട് പോകണമെന്നവൾ നനച്ചു. മുന്നോട്ട് പോകുന്തോറും ഒരു പറ്റം മനുഷ്യരുടെ ശബ്ദകോലാഹലങ്ങളും പണിയായുധങ്ങളുടെ ശബ്ദവും കൂടുതൽ വ്യക്തമാകുന്നു. മനുഷ്യരക്തത്തിൻ്റെ ചൂടും ചൂരും ഈ പെരിയാറ്റിൽ അലിഞ്ഞതുപോലെ. നിശബ്ദമായി നിന്ന പെരിയാറിൻ്റെ മാറിലേക്കൊരു നീലപ്പൊന്മാൻ ശീഘ്രഗതിയിൽ ഊളിയിട്ടുയർന്നു വന്നപ്പോൾ ചുണ്ടിൽ ജീവന് വേണ്ടി പിടയ്ക്കുന്ന ഒരു ചെറു മത്സ്യം. മുല്ലയാറ് പെരിയാറിനോട് ചോദിച്ചു, എന്തേ നീ ഒഴുകാത്തത്? മുല്ലേ, നീ കാണുന്നില്ലേ, കഴിഞ്ഞ 9 വർഷമായി മനുഷ്യൻ എന്നെ തടഞ്ഞു നിർത്തുകയാണ്. എനിക്കെതിരെ അവർ മതിൽ പണിയുന്നു. ഇതുവരെ അവർക്ക് നഷ്ടമായത് 442 ജന്മങ്ങളാണ്. വെള്ളക്കാരും സ്വദേശികളുമായ അവരുടെ ദീനരോദനവും രക്തവും എന്നിൽ പടർന്നിട്ടുണ്ട്. ഭാവിയെ ഞാൻ ഭയപ്പെടുന്നു. ഒരിക്കൽ ഞാനൊരു മനുഷ്യക്കുരുതിക്ക് കാരണമാകുമോ? എന്നിലുള്ള ശക്തിയെ അവർക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ബുദ്ധിമാനായ മനുഷ്യന്റെ സ്ഥിരോത്സാഹവും അത്യധ്വാനവും കാണാൻ മുല്ല നദി അല്പം കൂടെ മുമ്പിലേക്ക് നീങ്ങി. 1000-ഓളം വരുന്ന മണ്ണിന്റെ മക്കൾ വിയർപ്പും പൊടിയും പുരണ്ട യന്ത്രങ്ങളായി മാറിയിരിക്കുന്നു. ചുണ്ണാമ്പും ശർക്കരയും കുഴച്ചെടുക്കുന്ന വലിയ ചക്കുകൾ കറക്കുന്നത് കാളകളാണ്. വലിയ പാറക്കല്ലുകൾ ആവശ്യാനുസരണം ചതുരങ്ങളായി മാറ്റുന്ന കൽപ്പണിക്കാരുടെ സമൂഹം മറ്റൊരിടത്ത്. അവരുടെ മേലാളന്മാരായി അവരെ നിയന്ത്രിക്കുന്നതോ വെള്ളക്കാരായ പട്ടാള മേധാവികൾ. അതാ ദൂരത്ത് നിന്ന് കാനനപാതയിലൂടെ രാജകീയമായ ഒരു കുതിരവണ്ടി താളാത്മകമായ കുളമ്പടി ശബ്ദത്തോടെ അടുക്കുന്നു. മുമ്പിലും പിമ്പിലും ആയുധമേന്തിയ യോദ്ധാക്കളും പല്ലക്ക് വാഹകരും. അവർ കുറെ അടുത്തെത്തിയപ്പോൾ കുതിരവണ്ടി നിർത്തി. അതിൽ നിന്നും വിശാഖം തിരുനാൾ തിരുവിതാംകൂർ മഹാരാജാവ് ഇറങ്ങി പിറകിലുള്ള പല്ലക്കിൽ ആസനസ്ഥനായി. നമ്രശിരസ്കരായി നിന്ന പല്ലക്ക് വാഹകർ രാജാവിനെ വഹിച്ചുകൊണ്ട് പണി നടക്കുന്ന അണക്കെട്ടിൻ്റെ അരികിലേക്ക് വന്നു. അന്ന് തന്നെ ജനറൽ പെന്നിക്യുക്കും അണക്കെട്ടിൻ്റെ പുരോഗമനം വിലയിരുത്താൻ അവിടെ എത്തിയിട്ടുണ്ട്. അല്പനേരത്തെ ഇരുവരുടെയും സംഭാഷണത്തിലുടനീളം ജനറൽ പെന്നിയുടെ കയ്യിൽ പിടിച്ചു നിന്ന ഏകമകൻ വിൻസ്റ്റൺ പെന്നിയെ രാജാവിന് നന്നേ ബോധിച്ചു. വാത്സല്യത്തോടെ ആ കുഞ്ഞിൻ്റെ നെറുകയിൽ കൈവച്ച രാജാവ് അവൻ്റെ പ്രായം 4 വയസ്സെന്ന് ചോദിച്ചു മനസ്സിലാക്കി. പിന്നീടവർ 3 പേരും കൂടെ കുറച്ചു താഴെ നടക്കുന്ന പണി വീക്ഷിക്കുകയായിരുന്നു. അതിനിടയിൽ കുഞ്ഞു വിൻസ്റ്റന്റെ കണ്ണുകൾ വലിയ കൂറ്റൻ കല്ലുകൾ അടുക്കി വയ്ക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു യന്ത്രത്തിലേക്കും അത് കൈകൊണ്ട് കറക്കി പ്രവർത്തിക്കുന്ന ആരോഗ്യ ദൃഢഗാത്രനായ മലയാളിയിലേക്കും തിരിഞ്ഞു. ആ കുഞ്ഞു മനസ്സിലെ ജിജ്ഞാസ ഉണർന്നു. അവൻ പെന്നിയെ നിർബന്ധിച്ചതിനാൽ അവരിരുവരും കൂടെ ആ യന്ത്രത്തിനരികിലെത്തി. വലിയ പൽചക്രം തിരിക്കുന്ന ആ മനുഷ്യന്റെ ശക്തി ക്രമാനുഗതമായി ഏറ്റവും ചെറിയ 4ാമത്തെ പൽചക്രത്തിലേക്കും അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് വടത്തിലേക്കും എത്തുമ്പോഴേക്കും 100 ഇരട്ടിയായി മാറുന്നു. അങ്ങനെ വളരെ താഴെയുള്ള ആ കൂറ്റൻ കല്ലുകൾ ഉയർത്തിയെടുക്കുന്നത് വിൻസ്റ്റൺ നോക്കി നിന്നു. പെട്ടെന്നവൻ ഡാഡിയോട് ചോദിച്ചു, ഡാഡി, ഞാനിതൊന്ന് കറക്കി ഒരു വലിയ കല്ലെടുത്തോട്ടെ. മകനെ മ്ലാനവദനത്തോടെ കാണാൻ ആഗ്രഹിക്കാത്ത പെന്നി അവൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനായി ആ യന്ത്രത്തിനരികിലേക്ക് നീങ്ങി. അങ്ങ് താഴെ
വലിയ കല്ലിൽ വടം ചുറ്റുന്നതേയുള്ളൂ. പെന്നി അത് പ്രവർത്തിപ്പിക്കുന്ന മനുഷ്യനെ അല്പനേരത്തേക്ക് പറഞ്ഞുവിട്ടതിന് ശേഷം മകനുമായി അവിടെ നിന്നു. കല്ല് പൊക്കുവാനുള്ള അടയാളം താഴെ നിന്നും കണ്ട പെന്നിയും മകനും കൂടെ ആ യന്ത്രത്തിൻ്റെ കൂറ്റൻ പൽചക്രം തിരിക്കുവാനായി തുടങ്ങി. അതാ ആ വലിയ കല്ല് സാവധാനത്തിൽ ഉയർന്നു വരുന്നു. ഏകദേശം 50 അടി ഉയരത്തിലെത്തിക്കാണും. പെട്ടെന്ന് വിൻസ്റ്റന്റെ കാൽ തെറ്റി. അവൻ കൈപ്പിടിയിൽ നിന്നും തെന്നി പൽചക്രങ്ങൾക്കിടയിലേക്ക് വീണു. മകനെ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കാനായി പെന്നി കറക്കുപിടിയിൽ നിന്നും കൈയെടുത്തപ്പോഴേക്കും കല്ലിൻ്റെ ഭാരം കൊണ്ട് ചക്രങ്ങൾ പിറകിലേക്ക് കറങ്ങി. തൻ്റെ പൊന്നോമനയുടെ ശരീരം കുറെ കൂടെ ചക്രങ്ങൾക്കിടയിലേക്ക് ഞെരിഞ്ഞമർന്നു. ഡാഡി, രക്ഷിക്കണേ എന്ന നിലവിളിയും ചക്രങ്ങളിൽ പടർന്നിറങ്ങിയ സ്വന്തം മകന്റെ രക്തവും പെന്നിക്യുക്കിൻ്റെ മനസ്സിലും കണ്ണിലും ഇരുട്ടു നിറച്ചു. ചക്രത്തിൻ്റെ പിടിയിൽ നിന്നും കൈയെടുത്ത് മകനെ രക്ഷിക്കുവാൻ മുതിർന്നാൽ പകുതി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന കല്ലിനടിയിൽപ്പെട്ട് കുറഞ്ഞത് 5 പേരെങ്കിലും മരിക്കും. അല്ലെങ്കിൽ ഈ യന്ത്രത്തിൻ്റെ കൈപ്പിടിയിൽ ആരെങ്കിലും വന്ന് പിടിക്കുന്നതുവരെയും കാത്തിരുന്ന് തൻ്റെ ഓമന മകൻ്റെ മരണം കൺമുമ്പിൽ കാണണം. ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഒടുവിൽ ഹൃദയം തകരുന്ന വേദനയോടെ ഉറക്കി കരഞ്ഞുകൊണ്ട് തൻ്റെ പിഞ്ചു പൈതലിൻ്റെ ശരീരത്തിൻ്റെ ചലനവും ജീവനും കൺമുമ്പിൽ അവസാനിച്ചിട്ടും മറ്റൊരാൾ വന്ന് യന്ത്രപ്പിടിയിൽ അമർത്തി പിടിക്കുന്നതുവരെ ഒന്നും അറിയാതെ താഴെ നിൽക്കുന്ന 5 മനുഷ്യജീവനു വേണ്ടി സ്വന്തം മകനെ പകരമായി മരണത്തിൻ്റെ കയത്തിലേക്ക് വിട്ടു. വേദന നിറഞ്ഞ മകൻ്റെ ദൈന്യതയാർന്ന മിഴികളിൽ ഡാഡി ആ യന്ത്രത്തിൻ്റെ കൈപ്പിടി വിട്ട് തന്നെ വാരിപ്പുണരും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ താഴെ നിൽക്കുന്നവരുടെ മരണവും ആ കുടുംബങ്ങളുടെ അനാഥത്വവും തൻ്റെ മകൻ്റെ ജീവന് മറുവിലയായി കൊടുക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം തൻ്റെ ഏക മകനെ ഹൃദയം തകരുന്ന വേദനയോടെ കൂർത്ത പൽചക്രങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമരുവാൻ പെന്നിക്യുക്കിൻ്റെ മനസാക്ഷി വികാരങ്ങൾക്ക് അതീതമായി നിർബന്ധിക്കുകയായിരുന്നു. 120 വർഷം കഴിഞ്ഞിട്ടും അന്നാട്ടിലെ ജനഹൃദയങ്ങളിൽ പെന്നിക്യുക്ക് എന്ന കൃശഗാത്രനായ വെള്ളക്കാരൻ സ്നേഹത്തിൻ്റെ മനുഷ്യജന്മമാണ്. അടിമകൾക്ക് സമാനമായ തങ്ങളുടെ ജീവിതങ്ങൾക്ക് ബ്രിട്ടീഷ് കോളനിയിൽ പെന്നിക്യുക്കിൽ നിന്ന് ലഭിച്ച സമാനതകളില്ലാത്ത സ്നേഹവും അംഗീകാരവുമാണ്. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ പറയുന്നുണ്ടാകും, ഇതുപോലെ ത്യാഗോജ്വലമായ ഉദാത്തമായ സ്നേഹം കണ്ടെത്തുക അസാധ്യമാണെന്ന്. അങ്ങനെയെങ്കിൽ ഇതിനേക്കാൾ മഹത്തരമായ സ്നേഹപ്രേരിതമായ രക്തവർണ്ണങ്ങളുടെ കഥ അല്ല, സംഭവ ചരിത്രം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലണ്ടിൽ സമ്പൽ സമൃദ്ധി വേണ്ടെന്ന് വെച്ച് സ്വന്തം സ്വത്തുക്കളെല്ലാം വിറ്റു നഷ്ടപ്പെടുത്തി കേരളത്തിൽ അണകെട്ടി തമിഴ്നാടിൻ്റെ ഊഷരഭൂമിയിൽ ജലസേചനമേകി നന്മ ചെയ്യാൻ ആഗ്രഹിച്ച പെന്നിക്യുക്കിനെ നമുക്ക് മറക്കാതിരിക്കാം. എന്നാൽ മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കായി സ്വന്തം ഏക മകനായ യേശുക്രിസ്തുവിനെ 2000 വർഷങ്ങൾക്ക് മുൻപേ ഗോൽഗോൽഥായിലെ കാൽവറി കുരിശിലെ പൽചക്രങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമരുവാൻ അനുവദിച്ച സ്നേഹസമ്പന്നനായ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം നാം കാണാതെ പോകരുതേ എന്നപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യത, അത് ആ ചരിത്രപുരുഷന്റെ ദൈവത്വത്തിൻ്റെ തെളിവാണ്. മനുഷ്യവംശത്തോടുള്ള ദൈവകോപത്തിൻ്റെ കൂറ്റൻ പാറക്കല്ലിനടിയിൽ ഞെരിഞ്ഞമരേണ്ടിയിരുന്ന നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഗോൽഗോൽഥാ കുന്നിൽ കൊന്നുകളഞ്ഞത്. കുരിശിലെ എൻ്റെ പിതാവേ എന്നുള്ള നിലവിളി ഹൃദയം തകർക്കുന്നതായിരുന്നുവെങ്കിലും തൻ്റെ പ്രിയമകനെ രക്ഷിക്കുവാൻ തുനിയാതെ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ കൈപ്പിടിയിൽ മുറുകെ പിടിക്കുക മാത്രമാണ് പിതാവാം ദൈവം ചെയ്തത്. ആദിപാപം മൂലം ലക്ഷ്യം തെറ്റി ദൈവകോപം പേറുന്ന മനുഷ്യജാതിയുടെ യഥാസ്ഥാപനത്തിനായുള്ള ദൈവിക പദ്ധതിയുടെ അനിവാര്യതയിൽ എൻ്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് സന്ദേഹമുണ്ടോ? ദൈവസ്നേഹത്തിൻ്റെയും ദൈവനീതിയുടെയും തുല്യമായ സമുന്നയമാണ് എനിക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അനുസരണക്കേട് കാണിച്ച് ദൈവത്തോട് കൊടിയ പാപം ചെയ്ത ആദാം മുതലുള്ള മനുഷ്യന്റെ പാപത്തിന് തക്കതായ ശിക്ഷ മനുഷ്യനായി പാപമില്ലാതെ അവതരിച്ച യേശുക്രിസ്തു കുരിശിൽ
മനസ്സോടെ ഏറ്റെടുക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ നീതിബോധത്തിന് ഭംഗം വരാതെ പാപികളായ നമ്മെ ആ കൊടിയ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കി സ്നേഹവാനായ ദൈവം മനുഷ്യനോടുള്ള അവാജ്യമായ സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു. കാലാതീതനും സർവജ്ഞാനിയുമായ ദൈവമായ യേശുക്രിസ്തു തന്നെ നിങ്ങളുടെ എല്ലാ ജന്മകർമ്മ പാപങ്ങൾക്കും തക്കതായ ശിക്ഷ 2000 വർഷങ്ങൾക്ക് മുൻപ് കുരിശിൽ ഏറ്റുവാങ്ങിയതിനാൽ നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു. നിങ്ങളുടെ സ്വർഗപ്രാപ്തിക്കായും നരക തീപ്പൊയ്കയിൽ നിന്നുള്ള വിടുതലിനായുള്ളതൊക്കെയും ദൈവം തന്നെ ചെയ്തു തീർത്തിരിക്കുന്നതിനാൽ ഒരിക്കലും ദൈവസന്നിധിയിൽ ശോഭിക്കാത്ത താങ്കളുടെ നീതിപ്രവർത്തികളായ കറപുരണ്ട ഉത്തരീയങ്ങൾക്ക് പ്രവേശനമില്ല. പകരം യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും അതിൻ്റെ പരസ്യപ്രദർശനമായ കാൽവറിക്കുരിശിലെ അനുഭവങ്ങളും നിനക്ക് വേണ്ടിയായിരുന്നു എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവോ? എങ്കിൽ നിന്നെ അവൻ രക്ഷയുടെ മനോഹര വസ്ത്രം ധരിപ്പിച്ച് സ്വർഗകവാടങ്ങൾ നിനക്കായി മലർക്കെ തുറന്ന് നിത്യമായ മരണാനന്തര മനോഹര ജീവിതത്തിലേക്ക് ആനയിക്കും. പ്രിയ സുഹൃത്തെ, ഇത് നിങ്ങൾ കേൾക്കുകയാൽ ജീവിതത്തിൽ ഒഴിഞ്ഞുമാറാൻ കഴിയാത്ത അനിവാര്യമായ ഒരു തീരുമാനത്തിൻ്റെ മുമ്പിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. കാരണം നിനക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച യേശുവെന്ന ദൈവപുത്രന്റെ മരണകുടീരം പാലസ്തീനിൽ ചരിത്രത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് തുറന്നു കിടക്കുകയാണ്. അവനിവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന മാലാഖയുടെ ശബ്ദം ഇന്നും അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു നിൽക്കുന്നു. നീ നിന്റെ മിഴികളടച്ച് ഹൃദയക്കണ്ണുകൾ തുറക്കുക. ഉയർത്തെഴുന്നേറ്റ് നിന്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ നോക്കി മനസാക്ഷിയിൽ മന്ത്രിക്കുന്ന ദൈവാത്മാവിൻ്റെ ശബ്ദത്തിന് അനുകൂലമായി പ്രതികരിക്കാമോ? അതെ, യേശുവേ, ഞാനും നിന്നെ സ്നേഹിക്കുന്നു എന്ന് അന്തരാത്മാവിൽ നിന്ന് പറയാമോ? അവനെ യജമാനനായി ഹൃദയപൂർവ്വം സ്വീകരിച്ച് അവനു വേണ്ടി ജീവിക്കാമോ? അതോ താങ്കൾ ഈ കേൾക്കുന്നതൊക്കെയും മതത്തിൻ്റെ, മനുഷ്യനെ മയക്കുന്ന കറുപ്പിൻ്റെ പൊടിക്കൈകളാണെന്നുള്ള പിശാചിൻ്റെ സ്ഥിരം പല്ലവി കേട്ട് സ്നേഹസമ്പന്നനായ ദൈവത്തെ പിറകിൽ തള്ളി ജീവിതയാത്ര തുടരുകയാണോ? മറ്റൊരുത്തിനിലും രക്ഷയില്ല സുഹൃത്തെ. ആസന്നമായിരിക്കുന്ന നരകത്തീയിൽ നിന്നു രക്ഷ നേടാൻ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ സ്വർഗസന്നിധിയിൽ ചെല്ലാൻ പരിശുദ്ധിയിൽ തികയാത്ത നീതിപ്രവർത്തികൾക്കാകുമെന്ന് നീ പ്രതീക്ഷിക്കരുതേ. ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുവിശേഷം. അന്ധമായ സ്വയനീതിയിലും ആത്മവിശ്വാസത്തിലും ആശ്രയിക്കാതെ ദൈവകോപത്തിൻ്റെ അണക്കെട്ട് പൊട്ടുന്നതിന് മുൻപേ രക്ഷയാകുന്ന യേശുക്രിസ്തു എന്ന പാറയിൽ നീ അഭയം തേടുക. ദൈവപ്രതിമയായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം, അതായത് പിശാച്, മനുഷ്യരുടെ മനസ്സ് കുരുടാക്കിയിരിക്കുകയാണ്. 125 വർഷങ്ങൾക്ക് മുൻപ് വിശാഖം തിരുനാൾ മഹാരാജാവ് ഞാൻ എൻ്റെ ഹൃദയരക്തം കൊണ്ടിതിൽ കയ്യൊപ്പ് ചാർത്തുന്നു എന്ന് തുളുമ്പിയ മിഴികളുമായി പറഞ്ഞുറപ്പിച്ചുവെങ്കിൽ സർവാധിപനായിരിക്കുന്ന ദൈവം തന്നിൽ വിശ്വസിക്കുന്നവരെ തൻ്റെ അരുമ മക്കളായി ദത്തെടുത്തുകൊള്ളാം എന്ന സ്നേഹത്തിൻ്റെ കരാറിന് കയ്യൊപ്പ് ചാർത്തിയത് തൻ്റെ ഓമനപുത്രനായ യേശുക്രിസ്തു കാൽവറി കുരിശിലൊഴുക്കിയ ചുടുനിണം കൊണ്ടാണ്. താങ്കളുടെ മരണാനന്തര ജീവിതം നരക തീപ്പൊയ്കയിലാണോ, അതോ നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി കാൽവരി കുരിശിൽ പിടഞ്ഞു മരിച്ച യേശുക്രിസ്തുവിൻ്റെ കൂടെ സ്വർഗത്തിലാണോ എന്നത് നിശ്ചയിക്കപ്പെടുന്നത് താങ്കളുടെ വിലയേറിയ ഹൃദയംഗമമായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ തീരുമാനമെടുക്കാൻ ദൈവം താങ്കളെ സഹായിക്കുമാറാകട്ടെ. കൃപയാലത്രേ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. പ്രിയ സ്നേഹിതരെ, നമുക്കെല്ലാവർക്കും പരിചിതമായ പുഴയുടെ പശ്ചാത്തലത്തിൽ ഭാവനാസമ്പന്നമായ ഈ കഥ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് അതിനു പിന്നിൽ ഒരു സത്യം അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. പാപപരിഹാരാർത്ഥം മനുഷ്യരായ നമുക്കോരോരുത്തർക്കും വേണ്ടി പകരം മരിച്ചുയർത്ത കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുവാൻ വേണ്ടി തന്നെയാണ്. ഈ സത്യത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയുവാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട്.